ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരുഭൂമിയിൽ നിന്ന് ഉയർന്ന അത്ഭുത നഗരം, അതാണ് ദുബായ്. ലോകത്തിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളും മനുഷ്യനിർമ്മിത ദ്വീപുകളും ലക്ഷറി ജീവിതവും ഒന്നിച്ച് കാണണമെങ്കിൽ ദുബായിൽ തന്നെ വരണം. ഞങ്ങളിപ്പോൾ ജുമൈറ ബീച്ചും ബർജ് അൽ അറബ് ഹോട്ടലും മെയ്ഡൻ ഹോട്ടലും കാണാൻ പോവുകയാണ്. ഫോട്ടോഷൂട്ടിന് മാത്രം. ഇറക്കുമതി ചെയ്ത മണൽ കൊണ്ട് നിർമ്മിച്ച ജുമൈറ ബീച്ചും കടൽ മാറ്റി കരയാക്കി അവിടെ പണിത ഹോട്ടലുകളും ദുബായിയുടെ മുഖമുദ്രയായി കാണുന്ന ബർജ് അൽ അറബ് പായ്ക്കപ്പലിൻ്റെ രൂപത്തിലുള്ള ഹോട്ടലും ക്രൂയിസ് കപ്പലിൻ്റെ ഷേപ്പിലുള്ള മെയ്സ അൽ അറബ് അല്ലെങ്കിൽ മെയ്ഡൻ ഹോട്ടൽ ഇവിടുത്തെ കാഴ്ചകളാണ്. ഒരു രാത്രിക്ക് ആയിരക്കണക്കിന് ദിർഹം മുതൽ ലക്ഷങ്ങൾ വരെ വില വരുന്ന അൾട്രാ ലക്ഷറി സൂട്ടുകളുള്ള ഹോട്ടലുകളാണ് ഇവയൊക്കെ. ബുർജ് അൽ അറബ് ഹോട്ടലിൻ്റെ പ്രത്യേകതകൾ: കടലിനുള്ളിൽ നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഐലൻഡ്, പായ്ക്കപ്പലിൻ്റെ ആകൃതിയിലുള്ള ഹോട്ടൽ ഡിസൈൻ, ഡീലക്സ് സ്യൂട്ട്സും ഹെലിപ്പാഡ് വരെ ഇതിൻ്റെ മുകളിലുണ്ട്. ഉള്ളിൽ 24 ക്യാരറ്റ് ഗോൾഡ് ഡെക്കറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദുബായ് വേൾഡ് കപ്പ് പോലുള്ള പ്രധാന കുതിരപ്പന്തയ ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥലമാണ് മെയ്ഡൻ ഹോട്ടൽ. കെട്ടിടത്തിന് അർത്ഥവൃത്താകൃതിയിലുള്ള ഡിസൈനാണ്. മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഹൊറിസോണ്ടൽ വൈറ്റ് ലൈനുകളുണ്ട്. പച്ച നീല ഗ്ലാസ് ഫസാഡുകളുണ്ട്. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ക്രൂയിസ് കപ്പൽ പോലെ നമുക്ക് കാണാം. ലക്ഷറി 5 സ്റ്റാർ സൗകര്യങ്ങളുണ്ട്. റൂഫ് ടോപ്പ് പൂളും റെസ്റ്റോറൻറ്റുകളുമുണ്ട്. ഞങ്ങളുടെ ഗൈഡ് റാഷിദ് കൂടുതൽ വിവരങ്ങൾ തരും. ഓക്കെ, നമ്മൾ ജുമൈറ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ജുമൈറ ബീച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന മണൽ അത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കാണാം, ലക്ഷറി വില്ലകൾ അവിടെ നിൽക്കുന്ന കാണാം. ഈ ലക്ഷറി വില്ലകളുടെ ഒപ്പം തന്നെ ദുബായ് ഒരു 2 ബിൽഡിംഗ് പണിത് വെച്ചേക്കാണ്. ആദ്യത്തെ ബിൽഡിംഗ് ആ ഉയരം കൂടിയ 321 മീറ്റർ ഹൈറ്റുള്ള 1056 ഫീറ്റ് ഉയരമുള്ള 202 റൂമുകളുള്ള 56 നിലകളുള്ളതാണ് ബുർജ് അൽ അറബ് പായക്കപ്പലിൻ്റെ രൂപത്തിലും മഴ്സ അൽ അറബ് ക്രൂയിസ് ഷിപ്പിൻ്റെ രൂപത്തിലും 2 ബിൽഡിംഗ് പണിത് വെച്ച് ദുബായ് എവിടെ നിന്ന് തുടങ്ങി? പായക്കപ്പലിൽ നിന്നാണ് ദുബായിയുടെ പഴമക്കാർ യാത്ര ചെയ്തിരുന്നത്. ദുബായ് എവിടെ എത്തി എന്നുള്ളത് ഈ ക്രൂയിസ് ഷിപ്പിൽ നമുക്ക് കാണാം. മെയ്സ അൽ അറബ് അല്ലെങ്കിൽ മെയ്ഡൻ ഹോട്ടലിൽ 285 ലക്ഷറി റൂമുകളും സൂട്ടുകളുമുണ്ട്. ഹൈറ്റ് ഏകദേശം 60-70 മീറ്റർ ഉയരമുണ്ട്. അതായത് 11 നിലകളുള്ള ഉയരം. റൂഫ് ടോപ്പ് ദുബായ് സ്കൈലൈൻ കാണാവുന്ന പൂളും സൺഡെസ്കുമുണ്ട്. അന്താരാഷ്ട്ര വിഭവങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ലക്ഷറി സ്പായും ചികിത്സകളും ജിം സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ വിവാഹങ്ങൾ, കോൺഫറൻസുകൾ, വലിയ പരിപാടികളൊക്കെ വിശാലമായ ഹാളുകളിൽ ഇവിടെ നടക്കാറുണ്ട്. 2010 ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്തത്. ബീച്ചിൻ്റെ സൗന്ദര്യവും ലക്ഷറിയും ഒരുമിപ്പിക്കുന്ന മനോഹര റിസോർട്ടുകളാണിതൊക്കെ. ഒരാളുടെ സ്വപ്നത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ ഉന്നതിയാണ് ഇവിടെ ഇതൊക്കെ കാണുന്നത്. പുതിയ പുതിയ കെട്ടിടങ്ങൾ ഇതിന് ചുറ്റും ഉയർന്നു വരുന്നുണ്ട്. ജുമൈറ ബീച്ച് ഏറ്റവും പ്രശസ്തമായ കടൽ തീരങ്ങളിലൊന്നാണ്. വെളുത്ത മണലും നീലക്കടലും ശുദ്ധവും സുരക്ഷിതമായ അന്തരീക്ഷവും ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ജെറ്റ് സ്കീ, പാരാസെയിലിങ്, ബീച്ച് വോളിബോൾ, അങ്ങനെ കൂടാതെ നിരവധി വാട്ടർ സ്പോർട്സുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. കുട്ടികൾക്കായി പ്ലേ ഏരിയകളും സുരക്ഷിത നീന്തൽ പ്രദേശങ്ങളുമുണ്ട്. ദുബായിലെ സ്വർണ്ണ മണൽ തീരമായ ജുമൈറ ബീച്ച് നീലക്കടലും ബർജ് അൽ അറബിൻ്റെ മനോഹരമായ പശ്ചാത്തലവും ചേർന്ന ഒരു സ്വർഗാനുഭവം തന്നെയാണ്. ദുബൈയിൽ പോകുന്നവരെല്ലാം ഈ സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുക. ഞങ്ങൾ യാത്ര തുടരട്ടെ.
വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.